ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ചിന്തകൾ എന്താണെന്നോ. ത്രീ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഒരു ക്രോസ് റോഡിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു കൺഫ്യൂഷനിലാണ്. ഇതിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളോ വ്യക്തികളോ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ക്രോസ് റോഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പക്ഷെ ഉടനെ തന്നെ അവർക്ക് ക്ലാരിറ്റി വരുമെന്നാണ് കേട്ടോ. അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിൽ ചില ചിന്തകൾ വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവര് ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ്. ഇതിനകത്ത് പൂക്കളുണ്ട്, പക്ഷെ വാളും ഉണ്ട്. അപ്പം ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കണം. ഇത് വളരെയധികം സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇത് ചില ആൾക്കാർ വിചാരിക്കുന്നു നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളാണ്, വളരെ ഒരുപാട് അട്രാക്റ്റീവാണ്, നിങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ നിങ്ങളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് പോവുകയോ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതാണ് റോസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, പ്രണയമാണ്. പക്ഷേ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി എന്ത് ചെയ്യണമെന്നായിരിക്കും അവർ ഇപ്പം ചിന്തിക്കുന്നത്. അവർ ഒരുപാട് ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്തൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് വരാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അതാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെ നിങ്ങളെ കൈകാര്യം ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. വളരെ സ്നേഹമാണ് ഈ ഒരു സമയം. സ്നേഹവും പ്രണയവും ഒക്കെയാണെന്നാണ് കാണുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ മുന്നിൽ. ഒന്നിനെയും വിടാതെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഒന്നിനെയും വിട്ടുകളയാൻ ഇവർക്ക് പറ്റുന്നില്ല. അതാണ് ഇവർ ഈ ഓവർ തിങ്ക് ചെയ്യുന്നത്, ആലോചിക്കുന്നത്. ഈ ക്രോസ് റോഡിൽ ഇരിക്കുന്ന കാര്യം ഏതാണ് വിട്ടുകളയേണ്ടത് ഇവർക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് അവരുടെ ഫാമിലി ആകാം, ചിലപ്പോൾ അവരുടെ ജോലിയാകാം, ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആകാം. ഇതൊന്നും വിട്ടുകളയാൻ പറ്റുന്നില്ല. പക്ഷെ അതിൽ കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾക്കാണ്. പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ ഇവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാത്തിനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അതുമൂലമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഒരു വഴക്കോ പ്രശ്നങ്ങളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ വന്നത്. അങ്ങനെ ആയിരിക്കണം. സൺഗാർഡാണ്. വളരെ സന്തോഷമാണ്. അപ്പൊ നിങ്ങളിൽ നിന്നും ഒരു മദർലി എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കെയറിങ്ങിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. വളരെ ഹാപ്പിനെസിന്റെ എനർജി, സ്ട്രെങ്തിന്റെ എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൺഫ്ലവർ ആണ് കാണുന്നത്. അപ്പം വളരെ സന്തോഷമാണ്. സൺഫ്ലവറെ സന്തോഷമാണ്, സണ്ണും സന്തോഷമാണ്. പുതിയ തുടക്കം ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. നിങ്ങൾ അവരെ കെയർ ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ട്. നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നിങ്ങളിലേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എത്താമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. കാരണം അവർക്ക് ആലോചിക്കാനുള്ള സമയം വേണം, അവർക്ക് തീരുമാനം എടുക്കാനുള്ള സമയം വേണം.
മാത്രമല്ല ഒരു 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 പദ്ധതി അവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്താൻ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹീൽ ചെയ്തിട്ട് എത്താം എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ, ഒരു വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 3 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അത് നേരത്തെ കാർഡുകളിൽ അങ്ങനെ തന്നെയാണ് വന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് കൂടുതലും, എല്ലാവർക്കും അല്ല, കൂടുതലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിൽ ആ ഒരാളിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അത് ആര് തന്നെ ആയാലും അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ, അത് ചിലപ്പം വേറൊരു അഫെയർ ആകാം, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ജോലിയോ ഒക്കെ ആകാം. അപ്പോൾ ആ ഒരു ഇത് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇതിൽ 3 ഓഫ് വാൻസും 3 ഓഫ് പെന്റാക്കിൾസും വന്നിട്ടുണ്ട്. അപ്പം ഒരു വേറൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 10 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി പെയിൻ അനുഭവിച്ച് ഒരു സഡൻലി എൻഡ് ആയി പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഒന്നും പറയാതെ ഇവർ പോയിട്ടുണ്ടായിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തി ആയിരിക്കാം ഇത്. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്നൊന്ന് ബ്ലോക്ക് ചെയ്ത് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇപ്പോഴും, എന്തിനാണ് ആ വ്യക്തി ബ്ലോക്ക് ചെയ്തതെന്നോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ വിചാരിക്കുന്നു, നിങ്ങൾ കുറച്ച് ആശങ്കകളോടെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരും ഫ്രീക്വൻ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചിലപ്പം ഈ ഒരു വേദനയിൽ നിന്നും എണീക്കാൻ നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരിക്കില്ല, കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ അത്രയും വേദന അനുഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വേദന എന്താണെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഈസ് ഓഫ് വാൻസ് ആണ്. ഓരോ മെസ്സേജ് അയക്കണം, ഒരു കോള് വിളിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. അവരതിന് വേണ്ടിയിട്ട് ഒരു നല്ല സമയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം, വാട്സപ്പ് പ്രൊഫൈലോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ അവർ നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള മാക്സിമം അറിവുകൾ അവരിങ്ങനെ ശേഖരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ എന്താണ് ഏതാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവർ ആലോചിക്കുന്നു, തിരക്കുന്നുണ്ട്. കാർഡ് എടുക്കാം. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അവർക്ക് ചില കാര്യങ്ങളിൽ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റൂല എന്നുള്ളത് ശക്തമായ തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും വിട്ടു പോകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങളൊരു ചിലപ്പം നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ അകന്നാണ് നിൽക്കുന്നതെങ്കിലും ശരിക്കും നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവർ ഇൻഡ്യൂഷൻ വഴി അറിയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അവർക്ക് മനസ്സിലാകുമായിരിക്കാം. അപ്പോൾ അതിൽ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. വീൽ ഫോർച്യൂൺ ആണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്കറിയാം. മുൻജന്മത്തിലുള്ള ഒരു ബന്ധമാണ്. ഇതൊരിക്കലും പൂർണ്ണമായിട്ട് വിട്ടിട്ട് പോകാനോ ഒന്നും പറ്റൂല അവർക്ക്. ഇതൊരു കർമ്മ പോലെയാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയ സമയത്തായിരിക്കണം അവർ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത്. അതുവരെ അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ഒരു നല്ല സമയം വരാൻ കാത്തിരിക്കുന്നു. കാരണം പാസ്റ്റിൽ നടന്നതൊക്കെയും അത് സമയത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ ഒരു സമയത്തിനെ കൊണ്ട് ഇതാക്കുന്നുണ്ട്. സമയം കൊള്ളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ ഇനി നല്ല സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സമയം കാത്തിരിക്കുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. അങ്ങനെ ഇരിക്കണം കേട്ടോ. 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു, പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെപ്പറ്റി അവർ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതാണ് കറണ്ട് ഫീലിങ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.